ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ഇ.ഡി കേസിൽ മുഖ്യ കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ വൈകും. മറ്റു പ്രതികളുടെ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയ ശേഷമാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക. ഇ.ഡി ചോദ്യം ചെയ്ത് വിട്ടയച്ച മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രതികൾ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളെക്കുറിച്ചും ദേവസ്വം ഭരണസമിതികളെ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനാണ് സാധ്യത. ഇ.ഡി അനിവാര്യമായ അറസ്റ്റുകൾ മാത്രം നടത്തി മറ്റു പ്രതികളെ ചോദ്യം ചെയ്ത് വിട്ടയക്കും. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഇ.ഡിക്ക് ലഭിച്ചിരുന്നു. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളെന്നാക്കി റിപ്പോർട്ട് നൽകിയതും മുരാരി ബാബുവായിരുന്നു. നിലവിൽ പ്രതിപ്പട്ടികയിലില്ലാത്ത പലരുടെയും പങ്കാളിത്തം വ്യക്തമാക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവര്, ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, ഇടനിലക്കാരൻ കൽപേഷ് എന്നിവരെ ഇ.ഡി ചോദ്യം ചെയ്തിരുന്നു. നടൻ ജയറാമിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ജനം, കൊച്ചി.